തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിൽ വെള്ളഭീകരൻ്റെ ബുള്ളറ്റുകളേറ്റ് രക്തസാക്ഷികളായ മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്മശാന്തി നേർന്നു. ദുരന്തത്തിൽ മുസ്ലിങ്ങളോടൊപ്പം നിന്ന പ്രധാനമന്ത്രി ജസീന്ത ആർഡേനും മുസ്ലിം സഹോദരങ്ങൾക്ക് കണ്ണീർ പൂക്കളാൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വംശീയ വിദ്വേഷവും മുസ്ലിം വിരുദ്ധതയും മലിനമാക്കാത്ത മനസ്സുകളുടെ ഉടമകളായ ന്യൂസിലൻഡ് ജനതയ്ക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ഈ ആഴ്ചത്തെ എഡിറ്റേഴ്സ് വോയിസ് ആരംഭിക്കട്ടെ. മാർച്ച് 15 ഒരു ദുഃഖവെള്ളിയായിരുന്നു ന്യൂസിലൻഡിനും ലോക ജനതയ്ക്കും. ബ്രണ്ടൻ ഹാരിസൺ ടാരന്റ് എന്ന മുസ്ലിം വിരുദ്ധ വലതുപക്ഷ തീവ്രവാദി തൻ്റെ യന്ത്രത്തോക്കുകൾ കൊണ്ട് ഒറ്റയ്ക്ക് വകവരുത്തിയത് ഒരു മലയാളി ഉൾപ്പെടെ 5 ഇന്ത്യക്കാരടക്കം 50 പേരെയാണ്. 50 പേർ പരിക്കേറ്റ് ആശുപത്രികളിലുമുണ്ട്. ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലെ 2 പള്ളികളിൽ ഭീകരൻ നടത്തിയ കൂട്ടക്കൊല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതുപോലെ ലക്ഷണമൊത്ത ഒരു ഭീകരാക്രമണമാണത്. കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കുക, യൂറോപ്പിനെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി പടിഞ്ഞാറ് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന വെള്ള വംശീയ തീവ്രദേശീയ ഭീകരവാദം ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നതിന് സമാനമായ നിരവധി സംഭവങ്ങൾ തെളിവാണ്. 2011 77 പേരെ വെടിവെച്ചു കൊന്ന നോർവീജിയൻ ഭീകരൻ ആൻഡേഴ്സ് ബ്രെവിക് മുതൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും കുടിയേറ്റക്കാരെ തടയാൻ മതിൽ കെട്ടുമെന്നും പ്രഖ്യാപിച്ച കൊടിയ വംശീയവാദിയായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ നീളുന്നതാണ് ഈ പട്ടിക. ഇവരെല്ലാം ചേർന്ന് ആസൂത്രിതമായി ലോകമാകെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം ഭീതിയുടെ ഇരകളാണ് ന്യൂസിലൻഡിലെ രക്തസാക്ഷികൾ. തൊപ്പിയിൽ ക്യാമറ ഘടിപ്പിച്ച് കൊലയാളി ടാരന്റ് താൻ നടത്തിയ ക്രൂരകൃത്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ബോസ്നിയൻ യുദ്ധക്കുറ്റവാളിയായ റഡോവൻ കരോജിച്ചിന് സമർപ്പിക്കപ്പെട്ട സെർബിയൻ സൈനിക ഗാനം ആസ്വദിച്ചുകൊണ്ടായിരുന്നു കാറിൽ ടാറന്റ് ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലേക്ക് തിരിച്ചത്. സൈനിക വേഷത്തിൽ നവനാസി മുദ്രകളും ധരിച്ച് തൻ്റെ നിഷ്ഠൂരമായ ചെയ്തിക്കുള്ള വിഘടന്യായങ്ങളുടെ മാനിഫെസ്റ്റോയും പ്രസിദ്ധീകരിച്ചാണ് കൊലയാളി കൂട്ടക്കുരുതി നടത്തിയത്. പിടിയിലായപ്പോൾ മാധ്യമപ്രവർത്തകരോട് വിജയചിഹ്നവും കാണിച്ചത്രേ. 15-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന യൂറോപ്യൻ അധിനിവേശത്തിലാണ് ഈ വെള്ള വംശീയതയുടെ വേരുകൾ ചെന്നു നിൽക്കുന്നത്. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനും അപരന്മാരെ കൊന്നൊടുക്കാനുമുള്ള വംശവെറി ക്രിസ്ത്യൻ യൂറോപ്പിനു പണ്ടേ ഉള്ളതാണ്. നവനാസിസത്തിലൂടെ ആ ഭീകര പ്രത്യയശാസ്ത്രത്തെ പുനരാനയിക്കുകയാണ് ടാരന്റിനെയും ബ്രെവിക്കിനെയും പോലുള്ളവർ. മുസ്ലിം വിദ്വേഷം മുഖമുദ്രയാക്കിയ ഡൊണാൾഡ് ട്രംപ്, ക്രിസ്ത്യൻ യൂറോപ്പിനെ പ്രതിരോധിക്കാൻ ഉറച്ച ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ, കടുത്ത കുടിയേറ്റ വിരുദ്ധനായ ഇറ്റാലിയൻ മന്ത്രി മാറ്റിയോ സാൽവിനി തുടങ്ങിയ ഡസൻ കണക്കിന് തീവ്ര വലതുപക്ഷവാദികൾ ഈ മുസ്ലിം വിരുദ്ധ ചേരിയിൽ അണിനിരന്നിട്ടുണ്ട്. യൂറോപ്പിൽ അധികാരത്തിലുള്ളതോ പുതുതായി ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ നവനാസി പാർട്ടികളാണ് ഇത്തരം കൂട്ടക്കൊലകൾക്കും വംശീയ ഭ്രാന്തന്മാർക്കും പിന്തുണയാവുന്നത്. 1% താഴെ മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡ് മുസ്ലിങ്ങൾ വളരെ ഭീതിയോടുകൂടിയാണ് കഴിഞ്ഞുകൂടുന്നത്. അവരുടെ സുരക്ഷ ജസീന്ത ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയിലും ന്യൂസിലൻഡ് ജനതയുടെ സൗഹൃദത്തിലും ഭാവിയിലെങ്കിലും ഭദ്രമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വംശീയ ഭ്രാന്തിനും തീവ്രദേശീയതയ്ക്കും എതിരായ ആഗോള പോരാട്ടത്തിന് തുടക്കമിടാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ എഡിറ്റേഴ്സ് വോയിസ് ഇവിടെ പൂർണ്ണമാവുന്നു.